വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 12th ഏപ്രിൽ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 14th ഏപ്രിൽ മുതൽ 18th ഏപ്രിൽ വരെയുള്ള വീക്കാണ്. അതിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മൺഡേയും ഫ്രൈഡേയും, മൺഡേ നമുക്ക് അംബേദ്കർ ജയന്തിയുടെ ഹോളിഡേ ആണ്, അതുപോലെ 18th ഗുഡ് ഫ്രൈഡേയുടെയും ഹോളിഡേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിലാകെ നമുക്ക് 3 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം മാർക്കറ്റ് വലിയൊരു വോളാറ്റിലിറ്റിയുടെയാണ് കടന്നു പോയത്. മൺഡേ വലിയൊരു ക്രാഷോടുകൂടി തുടങ്ങി, പക്ഷേ വീണ്ടും പിന്നെയുള്ള ദിവസങ്ങളിൽ തിരിച്ച് വന്ന മാർക്കറ്റ് ജസ്റ്റ് ഒരു 75 പോയിൻസിൻ്റെ ലോസോട് മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ അടുത്ത ആഴ്ചയിൽ ഒരു ഹോളിഡേ മോഡിലായിരിക്കും. ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ളൊരു വീക്ക് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. നെക്സ്റ്റ് സാറ്റർഡേ 19th സാറ്റർഡേയുടെ വീഡിയോ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ വീക്കിലി വ്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ക്രൂയും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിലെ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഞാൻ നൽകുന്നതാണ്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ വലിയൊരു ക്രാഷ് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ജസ്റ്റ് നമ്മളിപ്പോൾ കാണാം 22,828 വന്ന് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാം വീക്ക്ലി ചാർട്ടിൽ. കഴിഞ്ഞ വീക്കിലൊരു ലോ വന്നത് 21,743 എന്നുള്ളൊരു ലോ ആണ് കഴിഞ്ഞ വീക്കിൽ ടെസ്റ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് 22,923 എന്നുള്ളൊരു വീക്കിലി ഹൈ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓൾമോസ്റ്റ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ 1180 പോയിൻറ്റ്സിൻ്റെ ഒരു സ്വിങ് ആണ്, ഹൈയും ലോവും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് US ട്രേഡ് താരിഫ്, US ഇമ്പോസ് ചെയ്യുന്ന ട്രേഡ് താരിഫ് പ്രാബല്യത്തിൽ വരുന്നത് കണ്ടു. അതിന് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് അടുത്ത 90 ഡേയ്സിലേക്ക് പോസ് ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടെ വന്നപ്പോൾ ഗ്ലോബലി തന്നെ മാർക്കറ്റ്സ് വലിയ ക്രാഷിലൂടെ കടന്നുപോയ മാർക്കറ്റുകൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫുകളെല്ലാം നിലനിർത്തിയിരിക്കുകയാണെന്ന് മാത്രമല്ല, അത് വീണ്ടും 125% നിന്ന് 145%ലേക്ക് താരിഫുകൾ യൂസ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ എങ്ങനെ ഇപ്പോഴത്തെ ഈ ട്രേഡ് താരിഫ്, റെസിപ്രോക്കൽ ട്രേഡ് താരിഫ് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു കാര്യം നോക്കുകയാണെങ്കിൽ US ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 10-25 വർഷമായിട്ടും ഈ മാനുഫാക്ചറിങ് US നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ചൈനയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US കുറേയധികം ഫാക്ടറീസ് ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ചൈനയിൽ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 50 lakhs ഫാക്ടറീസാണ് അങ്ങനെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ബേസിക്കലി ചെയ്യുന്നത്, അവിടെ നിലനിൽക്കുന്നതും. അതുപോലെ തന്നെ അവർ ബേസിക്കലി അത് കുറേയധികം അവരുടെ എക്സ്പോർട്ട്സ് പോകുന്നതും US തന്നെയാണ്. പക്ഷേ ചൈനയ്ക്ക് ഇങ്ങനെയുള്ള ഇത്രയധികം എക്സ്പോർട്ട്സ് US ചെയ്യുന്നുണ്ടെങ്കിലും അവരൊരു ബേസിക്കായിട്ടുള്ള ഒരു നമ്മളൊരു ബിസിനസ് പാർട്ട്ണർ എന്നുള്ള നിലയ്ക്കല്ല US ഡീൽ ചെയ്യുന്നത്. അവരവരുടെ ഇൻട്രസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ആക്ഷൻസ് വരുന്നത്. മറ്റുള്ള കൺട്രീസിനേക്കാൾ കൂടുതൽ ഡൊണാൾഡ് ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നതും ചൈനയെ തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലുണ്ടായ ഈ ട്രേഡ് താരിഫ് 90 ഡേയ്സിൽ പോസ് ചെയ്തപ്പോൾ ചൈനയ്ക്ക് അതുപോലെ തന്നെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ 125% 145%ലേക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ആദ്യം ഇതിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ US ഇതുപോലെയുള്ള നെഗോഷിയേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ നെക്സ്റ്റ് ഒരു 4-5 മന്ത്സിനുള്ളിൽ
ഇന്ത്യ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് യുഎസുമായിട്ട് ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു കൺഫേംഡ് ന്യൂസ് ഉണ്ട്. അത് നമുക്ക് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഉറപ്പും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിലും ഈ ട്രേഡ് താരിഫിനെ കുറിച്ചൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് വളരെ കൂളായിട്ട് വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് ഒന്നും എടുക്കാതിരുന്നത്. പക്ഷേ ചൈന യുഎസിൻ്റെ ആ ഒരു ട്രാപ്പിൽ വീഴുകയും ചെയ്തു. അവർ യുഎസിന് എഗൻസ്റ്റായിട്ട് നിന്നുകൊണ്ട് അവരും റെസിപ്രോക്കൽ ടാരിഫ് എത്ര കൂട്ടുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ യുഎസ് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ ചൈന കൂട്ടുകയും അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ട്രാപ്പിലേക്കാണ് ചൈന വന്ന് വീണിട്ടുള്ളത്. അതേസമയം നമുക്ക് കാണാൻ സാധിക്കും ചൈന പ്രതീക്ഷിച്ചിരുന്ന യൂറോപ്പോ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ യുഎസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ട്രേഡ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ അവരോടൊരു നെഗോഷിയേറ്റ് ചെയ്ത് പോകാവുന്ന ഒരു രീതിയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അവരോട് റിട്ടാലിയേറ്റ് ചെയ്യുന്നതിനേക്കാളും അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് നല്ല ടേംസിലെത്തുക എന്നുള്ളൊരു പാതയാണ് പോകുന്നത്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത. കഴിഞ്ഞ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി കോവിഡൊക്കെ വരുന്ന സമയത്താണ് ചൈന +1 എന്നുള്ള സ്ട്രാറ്റജി ഗ്ലോബലി എല്ലാവരും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കുറേയധികം മാനുഫാക്ചേഴ്സ് വരുന്നത്, ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ഇന്ത്യയിൽ തുടങ്ങുന്നതൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ ഇനിയുള്ളൊരു വലിയൊരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഗ്ലോബലി കുറേയധികം പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതും ഒരുപക്ഷെ ഇന്ത്യ അടുത്ത 5-10 വർഷം കൊണ്ട് നമ്മളൊരുപക്ഷെ ഇത്രയും കാലം കണ്ടതിലൊക്കെ വലിയൊരു ഗ്രോത്ത് ആയിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്തൊരു 10 വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമായി മാറാനായിട്ട് ഇപ്പോഴുള്ള ഈ ട്രേഡ് ടാരിഫ് മൂലം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അടുത്തൊരു 10 വർഷം ഇന്ത്യൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാർക്കറ്റിലെ നമുക്കറിയാം കഴിഞ്ഞ 4 വർഷമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പുൾ ബാക്ക് മാത്രമാണ്. ഇന്ത്യ ഒരു സ്ട്രക്ചറൽ ബുൾ മാർക്കറ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ട്രേഡ് താരിഫ് വാറിൻ്റെ ഒരു വലിയ ബെനിഫിഷ്യറി ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു വൊളാറ്റിലിറ്റി ഇപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഇന്ത്യ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് യുഎസുമായിട്ട് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം ഇനി ഇവിടെ നിന്നുള്ളൊരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് നമ്മുടെ മാർക്കറ്റ് അതിൽ പ്രതീക്ഷിക്കേണ്ടത്. ഞങ്ങൾ കഴിഞ്ഞ മൺഡേയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിയർലി 800 പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങളൊരു 12:30 ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. മെസ്സേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മാർക്കറ്റ് ഈസ് കറക്റ്റിംഗ് ബിക്കോസ് ഓഫ് ദ താരിഫ് വാർ അനൗൺസ്ഡ് ബൈ US. സൂൺ ഇന്ത്യ വിൽ എൻ്റർ ഇൻ ടു എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് വിത്ത് US which can support our market. Wait patiently during this volatility എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് നമ്മൾ ക്ലയൻസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു ഗ്രോത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഈ 1-2 ആഴ്ചകളിലെയോ അല്ലെങ്കിൽ ചില മാസങ്ങളിലെയൊക്കെ വൊളാറ്റിലിറ്റിയെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും 22,104, 21,821 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവല് ഒരു ഡിമാൻഡ് സോൺ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ വീക്കിൽ. എന്തായാലും മാർക്കറ്റിൻ്റെ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും നമുക്കിത് ഈ ലെവൽ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുന്നോട്ട് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 75,157 സെൻസെക്സ് 207 പോയിൻറ്റ്സ് മാത്രം താഴ്ന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,000
501-ലാണ് 144 പോയിൻറ്റ്സ് മാത്രം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മൾ കാണുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 15,696-ലാണ്. 20 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ വീക്കിലുണ്ടായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീപ്പോ റേറ്റ് കഴിഞ്ഞ വീക്കിൽ 25 ബേസിസ് പോയിൻറ്റ്സ് കുറച്ച് 6% കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോഴത്തെ ഈ ട്രേഡ് താരിഫ് വാറും അതുപോലെ തന്നെയുള്ള മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്ത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷനായിട്ട് തന്നെ കാണാം. കഴിഞ്ഞ പോളിസി റിവ്യൂവിലും 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റീപ്പോ റേറ്റിൻ്റെ കട്ടാണ് നമ്മൾ കണ്ടത്. അതുപോലെ GDPയുടെ ഗ്രോത്ത് 6.7%-ൽ നിന്ന് 6.5%-ലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവർ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു അക്കോമോഡേറ്റീവ് സ്റ്റാൻഡിലേക്ക് ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നും മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു ഈ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ മാർച്ച് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സിൽ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ റിസൾട്ട് വന്നത് TCSൻ്റെ റിസൾട്ടാണ്. TCS കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 1.7% ഇയർ ഓൺ ഇയർ ഡിക്ലൈനാണ് കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 12,224 ക്രോഡ്സിൻ്റെ പ്രോഫിറ്റാണ് TCS ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം റവന്യൂ 5.3% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ചെയ്ത് 64,479 ക്രോഡ്സിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു 30 റുപ്പീസിൻ്റെ ഫൈനൽ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ അപ്രൂവലിന് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് 30 റുപ്പീസിൻ്റെ ഡിവിഡൻഡ്. നമ്മളിപ്പോൾ കാണുന്നത് TCSൻ്റെ ചാർട്ടാണ്. TCS നമുക്ക് കാണാൻ സാധിക്കും 3,231-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS ഈ ലെവലിൽ നിന്നും ഒരു റീബൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഓൾറെഡി ഒരു ബീറ്റൺ ഡൗൺ ലെവലിലാണ് TCS ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു റീബൗണ്ട് വരികയാണെങ്കിൽ ഒരു 3,681 വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് TCSൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഏറ്റവും നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ട്രേഡ് താരിഫ് 6 കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന സ്റ്റോക്കുകൾ NBFCസും ബാങ്കിങ് അതുപോലെ ഹോട്ടൽസും മറ്റൊരു സെക്ടർ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസാണ്. അതുപോലെ മിഡ് ക്യാപ് കമ്പനികളിൽ വളരെ നല്ല ഏർണിങ്സ് വിസിബിലിറ്റി ഉള്ള കമ്പനികളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടത്, ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും പെർഫോം ചെയ്യും എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ വീഡിയോയിലും 3-4 കമ്പനികൾ ഹൈ വാല്യൂഡ് ആയിട്ട കമ്പനികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെയുള്ള കമ്പനികൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാപ്ലി പോയിൻ്റ് എന്നുള്ള കമ്പനിയാണ്. ഇത് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള ഈ കമ്പനി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,869-ലാണ്. കാപ്ലി പോയിൻ്റ് ഈ ലെവലിൽ നിന്നൊക്കെ ഒരു 20% മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഭാരതി ഹെക്സാകോം എന്നുള്ള സ്റ്റോക്ക് 1,504-ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരതി ഹെക്സാകോമും വളരെ നല്ല രീതിയിൽ ഇനി ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്കാണ് ഒബ്രോയ് റിയാലിറ്റി എന്നുള്ള സ്റ്റോക്ക്. ഇത് റിയാലിറ്റി ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. 1,547-ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫിന് ശേഷമാണ് ഒബ്രോയ് റിയാലിറ്റി ഇപ്പോൾ 1,547 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്രോയ് റിയാലിറ്റിയും നമുക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നിന്നുള്ള സൺ ഫാർമ എന്നുള്ള കമ്പനി. ഈ കമ്പനി 1,687-ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൺ ഫാർമയും നമുക്ക് ഈ ലെവലിൽ നിന്നൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഡയമണ്ട് പിക്ക് സീരീസിൽ ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്സ്
മലയാളികൾക്ക് വളരെ നല്ല രീതിയിൽ റിട്ടേൺസ് നൽകിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നമുക്കറിയാം കുറേയധികം സ്റ്റോക്കുകൾ ഈവൻ 300-400% അപ്വേർഡ് മൂവ്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഈ സീരീസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5-6 മാസമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു കൺസോളിഡേഷൻ മോഡിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷനോടനുബന്ധിച്ച് തന്നെ അതിൽ ഞങ്ങളുടെ കഴിഞ്ഞ മാസം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് ഡയമണ്ട് പിക്ക് 18 ഗബ്രിയേൽ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് മോർ ദാൻ 116% പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. 275 എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 594 മൂവ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇതുപോലെ മോർ ദാൻ 100% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇതുപോലെയാണ് ഡയമണ്ട് പിക്ക് സീരീസിലുള്ള ഞങ്ങളുടെ റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുള്ളത്. അതുപോലെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്ക് 28 ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തത് ഇപ്പോഴും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ മറ്റൊരു ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാനുള്ള റെക്കമെൻഡേഷനാണ് സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസ്. ഈ റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ CGCL എന്നുള്ള സ്റ്റോക്ക്, കാപ്രി ഗ്ലോബൽ എന്നുള്ള സ്റ്റോക്ക് 185 എൻ്റർ ചെയ്തതിന് ശേഷം 215 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 16% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ ചെമ്പൽ ഫെർട്ട് ഞങ്ങൾ 460 എൻ്റർ ചെയ്തതിന് ശേഷം 600 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 30% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഗ്രാഫൈറ്റ് ഞങ്ങൾ 445 എൻ്റർ ചെയ്ത് 515 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 15% പ്രോഫിറ്റും. അതുപോലെ മറ്റൊരു സ്റ്റോക്കായ ലോറസ് ലാബ്സ് ഞങ്ങൾ 365 എൻ്റർ ചെയ്ത് 475 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റുമാണ് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ 11% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ ലാബ്സ് 7% ഉയർന്നും, മാരിക്കോ 7% ഉയർന്നും, ജ്യോതി ലാബ്സ് 7% ഉയർന്നും, അഷാഹി ഗ്ലാസ് 6% ഉയർന്നും, ഡിക്സൺ ടെക്നോളജീസ് 6% ഉയർന്നും, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് 5% ഉയർന്നും, ഇമാമി 5% ഉയർന്നും, NBCC 5% ഉയർന്നും, ഹിന്ദുസ്ഥാൻ പെട്രോളിയം 5% ഉയർന്നും, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് 5% ഉയർന്നും, ഹിന്ദുസ്ഥാൻ യൂണിലെവർ 5% ഉയർന്നും, ഗുജറാത്ത് സ്റ്റേറ്റ് 5% ഉയർന്നും, ഗോദ്രേജ് കൺസ്യൂമർ 5% ഉയർന്നും, CCL പ്രോഡക്ട്സ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ വീക്കിൽ 20,911.2 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,955.6 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആയിരുന്നു. 4th ഏപ്രിലിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 22,904 7th ഏപ്രിലിൽ നിഫ്റ്റി 742 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. 8th ഏപ്രിലിന് 374 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 9th ഏപ്രിലിന് 136 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. 11th ഏപ്രിലിന് നിഫ്റ്റി വീണ്ടും 429 പോയിൻറ്റ്സ് കൂടെ ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 75 പോയിൻറ്റ്സ് മാത്രം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി മാർച്ച് മന്തിൽ 1394 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഏപ്രിൽ മന്തിൽ വീണ്ടും ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 690 പോയിൻറ്റ്സോടെ ലോസ് ചെയ്തുകൊണ്ടാണ് ഏപ്രിൽ മന്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 200 DMA വരുന്നത് 24,055 100 DMA വരുന്നത് 23,392 20 DMA വരുന്നത് 23,008 50 DMA വരുന്നത് 22,957 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്യുവറ്റ് പോയിന്റ് വരുന്നത് 22,498 അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിട്ട് വരുന്നത് 23,111 23,678 24,271
24,434, 25,022, 26,176 എന്നീ ലെവൽസാണ്. അതേസമയം 22,498 താഴെ സപ്പോർട്ടുകളായിരിക്കുക 22,073, 21,318, 20,893, 20,461 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വീക്കിലി റേഞ്ചിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം നമ്മുടെ ലോവർ റേഞ്ചായിരുന്നു 21,944, കഴിഞ്ഞ പ്യുവർ പോയിൻ്റായ 23,108 നിന്ന് വളരെ അകലെ ആയിരുന്നെങ്കിലും ആ ലെവല് കഴിഞ്ഞ വീക്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീക്ക്ലി റേഞ്ചിൻ്റെ ഒരു അനാലിസിസ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണുന്നത്. ഈവൻ പ്രീവിയസ് വീക്കിലും നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ലോവർ റേഞ്ച് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീക്കിലി റേഞ്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന അപ്പർ റേഞ്ച് 23,678 ലോവർ റേഞ്ച് 21,318 ആയിരിക്കും. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,498 ആയിരിക്കും. അടുത്തായി നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 832 ടാറ്റ കെമിക്കൽസ് ഈ ലെവലിൽ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് 938 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ടാറ്റ കെമിക്കൽസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ടുള്ള സ്റ്റോക്ക് ലോറസ് ലാബ്സ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടോടുകൂടി 605 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ ലോറസ് ലാബ്സിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 669 ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ആസ്ട്ര DM ഹെൽത്ത് കെയർ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, PNB ഹൗസിംഗ് ഫിനാൻസ്, അതുപോലെ ലെമൺ ട്രീ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ക്ലയൻസിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളും ഈസ്റ്റർ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.